നമസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും മത്സരാധിഷ്ഠിതമായ സെഗ്മെന്റുകളിൽ ഒന്നാണ് സബ് 4 മീറ്റർ SUV-കളുടേത്. രാജ്യത്തെ പ്രമുഖ ബ്രാൻഡുകളെല്ലാം അണിനിരക്കുന്ന അപൂർവം ചില വിഭാഗങ്ങളാണിത് എന്നതിനാൽ തന്നെ കാണാൻ തന്നെ ഭയങ്കര മൊഞ്ചുണ്ട്. ഇക്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മോഡൽ വാങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചാൽ കൺഫ്യൂഷൻ അടിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ കച്ചവടം പിടിക്കുന്നത് മാരുതി സുസുക്കി ബ്രസയും ടാറ്റ നെക്സണും തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പിന്നാലെ മഹീന്ദ്രയുടെ XUV 3XO, കിയ സോനറ്റ, ഹ്യുണ്ടൈ വെന്യൂ തുടങ്ങിയ ഫീച്ചർ റിച്ച് മോഡലുകളും ഉണ്ട്. മറുവശത്ത് കുറഞ്ഞ വിലയിൽ SUV നോക്കുന്നവർക്ക് നിസാൻ മാഗ്നൈറ്റും റെനോ കൈഗറും ഉണ്ട്. ഇനിയുമുണ്ട് മിടുക്കന്മാരായ ചില വാഹനങ്ങൾ. പക്ഷേ അന്നും ഇന്നും മൈലേജ് നോക്കി കാറുകൾ വാങ്ങുന്നവരെല്ലാം ചെന്നെത്തുന്നത് ബ്രസയിൽ തന്നെയാകും. എന്നാൽ ഇതിന് വിരാമമിടാൻ ഒരുങ്ങുകയാണ് സ്കോഡയുടെ ഏറ്റവും പുതിയ കോമ്പാക്ട് SUV ആയ കൈലാക്. വെറും 3 സിലിണ്ടർ എഞ്ചിനല്ലേ ഇതെന്ന് പറഞ്ഞ് തടയാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പെർഫോമൻസിലായാലും സേഫ്റ്റിയിലായാലും ആള് യൂറോപ്യൻ നിലവാരമാണ് കാഴ്ചവെക്കുന്നത്. ഇപ്പോഴത്തെ മാരുതി സുസുക്കിയെയും ടാറ്റയും എല്ലാം വെല്ലുവിളിച്ച് കൈലാക്കിന്റെ മൈലേജ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്രസയേക്കാൾ മൈലേജുള്ള 3 സിലിണ്ടർ SUV ആയി ഇനി ഇത് ചിലപ്പോൾ പേരെടുത്തേക്കും. സ്കോഡ കുഷാക്കിന്റെ അതേ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി പണികഴിപ്പിച്ചിരിക്കുന്ന കൈലാക്കിന് 1.0 ലിറ്റർ TSI പെട്രോൾ എഞ്ചിനാണ് തുടിപ്പേകാൻ എത്തിയിരിക്കുന്നത്. മികച്ച പെർഫോമൻസിന് പേര് കേട്ട TSI എഞ്ചിൻ 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിട്ടാണ് വരുന്നത്. 115 bhp കരുത്തിൽ പരമാവധി 178 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള തരത്തിലാണ് വാഹനം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്ധനക്ഷമതയുടെ കാര്യത്തിൽ വന്നാൽ സ്കോഡ കൈലാക് മാനുവലിൽ ലിറ്ററിന് 19.68 കിലോമീറ്റർ മൈലേജാണ് അവകാശപ്പെടുന്നത്. അതേസമയം ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കിൽ ലിറ്ററിന് 19.05 കിലോമീറ്റർ മൈലേജ് ലഭിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അതായത് കൈലാക്കിന്റെ മാനുവൽ ട്രാൻസ്മിഷൻ മോഡലുകൾ ഇന്ധനക്ഷമതയുടെ കാര്യത്തിൽ അല്പം മികച്ചവയാണെന്ന് തന്നെ പറയാം. ഇനി സെഗ്മെന്റിലെ മറ്റ് പെട്രോൾ SUV-കളുടെ മൈലേജുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ധനക്ഷമതയുടെ കാര്യത്തിൽ നെക്സോണിനെയും ബ്രസയെയും വരെ കൈലാക്കിന് തൂക്കിയെടുക്കാനായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മാരുതി ബ്രസ മാനുവലിന് 17.38 കിലോമീറ്ററും ഓട്ടോമാറ്റിക്കിൽ 19.80 കിലോമീറ്റർ മൈലേജുമാണ് അവകാശപ്പെടുന്നത്. അതേസമയം നെക്സൺ പെട്രോൾ മാനുവലിന് 17.44 കിലോമീറ്ററും ഓട്ടോമാറ്റിക്കിൽ 17.01 കിലോമീറ്റർ ഇന്ധനക്ഷമതയുമാണ് തരുന്നത്. വെന്യൂവിലേക്ക് നോക്കിയാൽ പെട്രോൾ മാനുവലിന് 17.50 കിലോമീറ്ററും ഓട്ടോമാറ്റിക്കിൽ 18.31 കിലോമീറ്റർ മൈലേജുമാണ് കമ്പനി പറയുന്നത്. കിയ സോണറ്റ് പെട്രോൾ മാനുവൽ ആണെങ്കിൽ 18.80 കിലോമീറ്ററും ഓട്ടോമാറ്റിക്കിൽ 19.2 കിലോമീറ്റർ മൈലേജുമാണ് അവകാശപ്പെടുന്നത്. സെഗ്മെന്റിലെ മറ്റൊരു എതിരാളിയായ XUV 3XO മോഡലിനാണ് ഈ വിഭാഗത്തിൽ പെട്രോളിൽ ഏറ്റവും ഇന്ധനക്ഷമതയുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. മഹീന്ദ്ര പറയുന്നതനുസരിച്ച് SUVക്ക് മാനുവലിൽ 20.1 കിലോമീറ്ററും ഓട്ടോമാറ്റിക്കിൽ 18.2 കിലോമീറ്റർ മൈലേജും നൽകാനാകും. സ്കോഡ കൈലാക്കിന് 7,89,000 രൂപ മുതൽ 14,40,000 രൂപ വരെയാണ് ഇന്ത്യയിലെ എക്സ്-ഷോറൂം വില വരുന്നത്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൈലാക്കിൽ സ്റ്റാൻഡേർഡായി തന്നെ 6 എയർ ബാഗുകൾ, റിയർ പാർക്കിംഗ് സെൻസറുകൾ, റിയർ പാർക്കിംഗ് ക്യാമറ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവ പോലുള്ള സേഫ്റ്റി ഫീച്ചറുകളും ഒരുക്കിയിട്ടുണ്ട്. അടുത്തിടെ ഭാരത് NCAP ക്രാഷ് ടെസ്റ്റിൽ SUV 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും സ്വന്തമാക്കിയിട്ടുണ്ട്.